ഇടിമിന്നൽ അപകടകാരിയാണ്. അത് മനുഷ്യജീവനും വൈദ്യുതിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇടിമിന്നൽ സീസണുകളിൽ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ന്യൂസ് ആണല്ലോ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മിന്നലേറ്റ സംഭവങ്ങൾ. ഇത് വർഷങ്ങളായി പ്രചാരണത്തിലുള്ള ഒരു കാര്യമാണ്. ഇടിമിന്നൽ ഉള്ളപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന ഈ ഒരു സംഭവം ശരിക്കും യഥാർത്ഥത്തിൽ സത്യമാണ്. മൊബൈൽ ഫോണിന് മിന്നൽ ആകർഷിക്കാൻ സാധിക്കുമോ? നല്ല ഇടിമിന്നലുള്ള സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കോൾ ചെയ്യുകയോ പാട്ട് കേൾക്കുകയോ ഗെയിം കളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്തായിരിക്കും ആ നിമിഷം അവിടെ സംഭവിക്കുക? കാർമേഘങ്ങളുടെ ഉരസൽ മൂലം ചാർജുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഒരുപാട് ചാർജ് ആകുമ്പോൾ അത് ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് മേഘങ്ങൾക്കുള്ളിൽ ഇടിമിന്നൽ ഉണ്ടാകുന്നത്. എന്നാൽ സാഹചര്യം കിട്ടിയാൽ ഭൂമിയിലേക്കും ഡിസ്ചാർജിങ് ഉണ്ടാകുന്നു. ഇവിടെ ഭൂമിക്കും മേഘത്തിനുമിടയിൽ ഒരു അന്തരീക്ഷം ഉത്ഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ അന്തരീക്ഷത്തിലൂടെ ഇടിമിന്നൽ വരുന്നുണ്ട്. എന്നാൽ അന്തരീക്ഷത്തിനേക്കാളും നല്ലൊരു കണക്ടർ കിട്ടിയാൽ നല്ല രീതിയിൽ അതിലൂടെ കയറി ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. ഇവിടെ കണക്ടർ എന്ന് ഉദ്ദേശിച്ചത് ഉയരമുള്ള മരങ്ങളാവാം, കെട്ടിടങ്ങളാവാം, നമ്മുടെ ശരീരമാവാം. ആ സ്ഥലത്ത് എന്താണോ ഉയർന്നു നിൽക്കുന്നത് അങ്ങനെ എന്തുമാവാം. ഒരു ഒറ്റപ്പെട്ട ഗ്രൗണ്ടിൽ മറ്റോ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ ഭൂമിയിലെ ചാർജ് അത് നമ്മുടെ ശരീരത്തിലൂടെ കയറി മിന്നലിനെ ആകർഷിക്കും. ഇനിയാണ് നമ്മൾ പ്രധാന കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇടിമിന്നൽ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഇനി ചില ഫോണുകൾ എയറോപ്ലെയിൻ മോഡ് ഓണാക്കാറുമുണ്ട്. എന്നാൽ ഭയക്കേണ്ട, മൊബൈൽ നെറ്റ്വർക്കിന് ഒരിക്കലും മിന്നലിനെ ആകർഷിക്കാനുള്ള കഴിവില്ല. ലാൻഡ് ഫോണിനേക്കാൾ 100 മടങ്ങ് സുരക്ഷിതമാണ് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരിക്കലും ചാർജറിൽ കണക്ട് ചെയ്തുകൊണ്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത്. അത് ചിലപ്പോൾ മിന്നലേൽക്കാനുള്ള സാധ്യത വരുത്തിയേക്കാം. കാരണം ഇലക്ട്രിക് ലൈനും ഫോൺ കേബിളും ഒക്കെ ഒരുപാട് ദൂരം വ്യാപിച്ചു കിടക്കുകയാണ്. അതിലെവിടെയെങ്കിലും മിന്നലേറ്റ് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾക്ക് കേടുപാടുണ്ടാവുകയും ആ സമയത്ത് അതൊരു ആപത്തായി വരുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇടിമിന്നൽ സമയങ്ങളിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഷോക്കറ്റിൽ നിന്നും കേബിൾ ഊരി വെക്കണമെന്ന് പറയുന്നത്. ഒരിക്കലും ഇടിമിന്നൽ നേരിട്ട് മൊബൈലിന് ബാധിക്കില്ല. പക്ഷേ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളെ അപേക്ഷിച്ച് മിന്നലിനെ ഡിസ്ചാർജ് ചെയ്യാൻ നമ്മുടെ ശരീരമാണ് അവിടെ ഏറ്റവും നല്ല കണക്ടറെങ്കിൽ നമുക്ക് മിന്നലേൽക്കാൻ സാധ്യത കൂടുതലാണ്. ആ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലും പുസ്തകം വായിച്ചാലും ഇനി വെറുതെ ഇരുന്നാൽ പോലും മിന്നലേൽക്കും. അതുകൊണ്ട് ഇടിമിന്നൽ സമയത്ത് നമ്മൾ സുരക്ഷിതമായിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.